എല്ലാ തിങ്കളാഴ്ചയും ഉണ്ടാവുന്ന കോങ്ങാട് ചന്ത നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ കോങ്ങാട് വന്നതാണ്. അപ്പോൾ അന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ചന്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോങ്ങാട് റൗണ്ട്. പത്തിരിപ്പാല, പാലക്കാട്, ഒറ്റപ്പാലം ഇവിടേക്കുള്ള ബസ്സുകളൊക്കെ ഈ റൗണ്ടിൽ വന്നിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ കച്ചവടക്കാർ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഇട്ടിട്ടിരിക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഈ സ്റ്റാൻഡിൻ്റെ താഴെയും ഷോപ്പുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ എന്തായാലും അതിൻ്റെ താഴെയൊന്നും ഷോപ്പുകൾ കണ്ടില്ല. എല്ലാം സ്റ്റാൻഡിൻ്റെ, അതായത് ആ റൗണ്ടിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നത്. കൂടുതലും പച്ചക്കറികളുടെ ഷോപ്പുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതാ പലതരം കത്തികൾ കണ്ടില്ലേ. നമുക്ക് എങ്ങനത്തെ കത്തികൾ വേണമെന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കത്തികൾ നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും വാങ്ങാം. പലതരം കത്തികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനടുത്തായിട്ട് തന്നെ പച്ചക്കറി വിത്തുകൾ, പൂക്കളുടെ വിത്തുകൾ, അങ്ങനെ വിത്തുകളുടെ ഒരു കുഞ്ഞ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് ഈ സ്റ്റീൽ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇത്ര എണ്ണം ഇത്ര രൂപ അങ്ങനെ കോമ്പോസ് ആയിട്ടുള്ള ഓഫറുകൾ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വില കുറവിൽ ആയിരുന്നു കേട്ടോ പാത്രങ്ങൾ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസിനും നല്ല വില കുറവ്, നല്ല നല്ല സാധനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കേട്ടോ. അതിനടുത്ത് വീണ്ടും ഒരു പച്ചക്കറിയുടെ ഷോപ്പ് തന്നെയാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര തിരക്ക് കുറവായിട്ടാണ് കേട്ടോ തോന്നിയത്. ഇങ്ങനെയൊന്നും അല്ല, നല്ല തിരക്കുണ്ടാവാറുണ്ട് സാധാരണ ചന്ത ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു നല്ല തിരക്ക് കുറവായിട്ടാണ് തോന്നിയത് എന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇപ്പോൾ ഇതേപോലെ നമ്മുടെ മുണ്ടൂരും ആഴ്ചയിൽ ഒരു ദിവസം ചന്ത തുടങ്ങിയിട്ടുണ്ട്. മുണ്ടൂർ വ്യാഴാഴ്ചയാണ് തോന്നുന്നു കേട്ടോ ചന്ത. അപ്പോൾ ഇവിടേക്ക് വരുന്ന പകുതി തിരക്കുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാരണം തിരക്ക് ഭയങ്കര കുറവായിരുന്നു. സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്. എല്ലാ ഷോപ്പിൻ്റെ മുന്നിലും തിരക്കുണ്ടാവും. അതായത് കുഞ്ഞു കുഞ്ഞു ഈ ഷോപ്പുകളില്ലേ അതിൻ്റെയൊക്കെ മുന്നിൽ തിരക്കുകൾ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് വീണ്ടും കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, കത്തി, ഗ്യാസ് ലൈറ്റർ, ചീർപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുടെ ഒരു കട കേട്ടോ. അപ്പോൾ ഈ അമ്മ ദാ പപ്പടം വിൽക്കുകയാണ്. പപ്പടം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാരണം നമ്മൾ വാങ്ങിയില്ല. പിന്നെ അത് വീണ്ടും ഒരു തുണിക്കട. തുണിക്കട ഈ തുണിക്കടയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എണ്ണം 100 രൂപ, 5 എണ്ണം 100 രൂപ, കുട്ടികളുടെ പാൻറ്റ് ഇത്ര രൂപ, ബനിയൻ ഇത്ര രൂപ, ഇങ്ങനെ സെറ്റായിട്ട് കോമ്പോസ് ആയിട്ട് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറൊക്കെ ആയിട്ടുള്ള ഷോപ്പുകളായിരുന്നു കേട്ടോ. തുണിയുടെ 2-3 ഷോപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും ഈ പച്ചക്കറികളുടെ ഷോപ്പുകളാണ് ഉണ്ടായിരുന്നത്. കുറച്ചെങ്കിലും തിരക്കെങ്കിലും ഉള്ളത് ഈ പച്ചക്കറി ഷോപ്പുകളുടെ മുന്നിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല പച്ചക്കറി തന്നെ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്കറി തന്നെയാണ് അവിടെ വിറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയട്ടെ കിറ്റാക്കി തരട്ടെ, 50 രൂപ കിറ്റാക്കി തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയില്ല കേട്ടോ. തക്കാളിയൊക്കെ നല്ല വില കുറവായിരുന്നു. 5 കിലോ 100 രൂപ അങ്ങനെയൊക്കെ തക്കാളിക്ക് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉണക്കമീൻ ഇങ്ങനെ വണ്ടിയിൽ സാധനങ്ങൾ നിരത്തി വെച്ചിട്ട് ഉണക്കമീനിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ പഴം, നമ്മുടെ സാദാ പഴം, അതിൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആപ്പിള്, മുന്തിരിങ്ങ, അനാറ് അങ്ങനെയൊക്കെ ആയിട്ട് വേറൊരു വണ്ടി അപ്പുറത്തുണ്ടായിരുന്നു. പാൻറ്റുകൾ, ബനിയൻ, മാക്സി, ടോപ്പുകൾ, മുണ്ടുകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാ തരം തുണികളും ഈ കച്ചവടക്കാർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോങ്ങാട് ചന്തയിലെ കാഴ്ചകൾ. ഇവിടെ ആട്, കോഴി, പശു ഇതിൻ്റെയൊക്കെ ചന്ത ഉണ്ടായിരുന്നു അത്രേ. ഇപ്പം അതൊന്നും ഇല്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. മുന്നേ ആടിനെയും കോഴിയൊക്കെ ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റും. തിങ്കളാഴ്ച ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആട്, കോഴി, പശു ഇതിനെയൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇതിന് ഒരുപാട് വർഷമായിട്ട് നടക്കണ ചന്തയാണിത്. അച്ഛൻ്റെ ചെറുപ്പം മുതലേ ഇതൊക്കെ കേട്ടറിവും ഓർമ്മയുമുണ്ട് ഈ ചന്ത. അത്രയും വർഷം പഴക്കമുള്ള ചന്തയാണിത്. എല്ലാ തിങ്കളാഴ്ചയും കറക്റ്റായിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട്. മുടങ്ങിയതായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല കേട്ടോ. എല്ലാ തിങ്കളാഴ്ചകളിലും ചന്ത ഉണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മുണ്ടൂർ വന്നത് കൊണ്ടാവണം ഇവിടെ തിരക്ക് കുറവ്. ഇതാണ് നമ്മുടെ മൊത്തം കോങ്ങാട് സെൻറ്റർ. പിന്നെ വിജയദശമി, മഹാനവമിയൊക്കെ ആയത് കാരണം അവിടെ പൊരി, മുറുക്ക് അതിൻ്റെയൊക്കെ ഷോപ്പും ഉണ്ടായിരുന്നു കേട്ടോ.
കൂടുതലും ഈ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഒരു 5 മണിക്കാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ബസ് 6 മണിക്കായിരുന്നു. അപ്പോൾ ഈ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ തിരക്കാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ദേ കരിമ്പ്, ചക്കരക്കിഴങ്ങ്, കൂർക്ക, അപ്പം അതിൻ്റെ സീസണാണല്ലോ, അപ്പോൾ അതും ഉണ്ടായിരുന്നു ഐറ്റംസ്. പാലക്കാട് ജില്ലയിലുള്ള ഏകദേശം എല്ലാവർക്കും ഇതറിയായിരിക്കും. ഇങ്ങനൊരു കോങ്ങാട് നാടും അവിടെ നടക്കുന്ന ഈ ചന്തയും അറിയായിരിക്കും. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ കോങ്ങാട്. ഓക്കെ, ബായ്.